ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. അത് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അവളെൻ്റെ കൂടെ ചെറുപ്പം മുതലേ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നാളായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വർക്കലയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. എറണാകുളത്ത് നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ 5:10 രാവിലെ ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനാണ് ഞങ്ങൾ വർക്കലയ്ക്ക് പോയത്. അപ്പം അത്രയും രാവിലെ പോയിട്ട് തന്നെ ഒരു 10 മണിക്ക് മുന്നേ തന്നെ നമ്മൾ വർക്കല ശിവഗിരി സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നിന്നൊരു 10 മിനിറ്റത്തെ ഒരു ബസ്സും അത്രേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ വർക്കല ക്ലിഫിലെത്തും. അപ്പോൾ നമ്മൾ നോർത്ത് ക്ലിഫിലാണ് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നമ്മളവിടെ എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ നടക്കാമെന്ന് ഓർത്തു. ക്ലിഫ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നടക്കാമെന്ന് ഓർത്തു. ഞങ്ങളങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ അതാ ഈ ക്ലിഫിൻ്റെ സ്ട്രീറ്റ്സിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ നോക്കി നടക്കുകയാണ്. പക്ഷെ ഭയങ്കര വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടും. അപ്പം അധികം നടക്കാനൊന്നും പറ്റാണ്ടായപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ റിസോർട്ട് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ റിസോർട്ടിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം നമ്മുടെ റിസോർട്ട് വരുന്നത് സൗത്ത് ക്ലിഫിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 100-150 രൂപയ്ക്ക് ഒരു ഓട്ടോ ഫെയർ വരും. അപ്പോൾ നമ്മൾ നേരെ സൗത്ത് ക്ലിഫിലേക്ക് നമ്മുടെ റിസോർട്ടിലേക്കാണ് ഇപ്പം നേരെ പോകുന്നത്. അങ്ങനെയുണ്ട് അബിന വെയിലത്തൊക്കെ വന്ന് കരിഞ്ഞിട്ട്. ഇതായിരുന്നു അബിന കണ്ട വർക്കല. ഞങ്ങളങ്ങടെ റിസോർട്ടിലെത്തി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത്. ഇത് ഓഷ്യാനോ എന്ന് പറയുന്നൊരു റിസോർട്ടാണ്. അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം. അടിപൊളിയാണ്. അതുമാത്രമല്ല ഒരു പ്രൈവറ്റ് ബീച്ച് ആക്സസും കൂടെ ഉണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സായിട്ട് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം വന്നപ്പോഴും ഈ സെയിം റിസോർട്ട് തന്നെ എടുത്തത്. കാരണം അത്രയും കിട്ടുമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഏകദേശം ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്ക് അറിയാമല്ലോ. അപ്പം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുന്ന് 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 മണിക്ക്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ 11 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡും ആണ്. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ തന്നെ, അതായത് ഞങ്ങൾ നേരത്തെ എത്തി. ഒരു 11 മണി 11:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കാരണം ഈ ചൂടത്തൊക്കെ വന്ന് ആകെ ക്ഷീണിച്ചിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് റൂം അലൗട്ട് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ റൂമിലോട്ട് ഞങ്ങളിതാ പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂമെന്ന് പറയുന്നത്. നോക്ക്, നല്ല രസമില്ലേ? ഭയങ്കര എന്താ പറയുക, ഒരു ആംബിയൻസൊക്കെ ഉള്ളൊരു ഭയങ്കര വൈബായിട്ടുള്ളൊരു റൂമാണ്. പ്രത്യേകിച്ച് എല്ലാ റൂമിൽ നിന്നും ഇങ്ങനെ ടോപ്പ് ഫ്ലോറിലുള്ള എല്ലാ റൂമിൽ നിന്നുള്ള വ്യൂസ്, അത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിടിലനായിട്ടുള്ളതുമാണ്. അപ്പം ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്. അപ്പം അതിനകത്ത് ഞങ്ങൾ സെലക്ട് ചെയ്തത് ബ്ലൂ ബെൽ എന്ന് പറയുന്ന റൂമാണ്. ഒരു റൂമിന് അറൗണ്ട് ഒരു 5,000 പ്ലസ് GST ആണ് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതല്ലാണ്ട് വുഡൻ ലോഫ്റ്റ് ഉണ്ട്, കാസാബ്ലാങ്ക ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നുള്ളൂ. ഏകദേശം എല്ലാത്തിൻ്റെ റേറ്റ് ഒരു 5,000, 6,000 ഇല്ല, ഒരു 4 to 5 ആ റേഞ്ചിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ റൂംസൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ബീച്ചിലോട്ട് പോകാമെന്നാണ്. അങ്ങനെ ഞങ്ങളിതായി ഇപ്പോൾ റെഡിയാവുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതായി ഇപ്പോൾ റെഡിയായി, ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങളിൻ്റെ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കണം. പിന്നെ ബീച്ചിലും പോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡിയായതാ ഞങ്ങളിതാ അപ്പം ഇറങ്ങുകയാണ് നേരെ. ഇവിടുത്തെ ഈ ഒരു നമ്മുടെ റിസോർട്ടിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്വിങ് ആട്ടോ. ഈ ഒരു സീ ഫേസിങ് സ്വിങ് ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതിലിരുന്ന് നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇങ്ങനെ ആടുമ്പോൾ തന്നെ നല്ല രസമാണ് ആക്ച്വലി. അപ്പോൾ ഇതിലിരിക്കാൻ ആളുകൾ ഇടിയാണ്. ഞങ്ങളൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് വന്ന് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇപ്പം. പിന്നെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പയ്യെ താഴത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നടന്ന് കുറച്ച് പിക്സൊക്കെ എടുത്ത് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ക്ലിഫിൻ്റെ ഈ റിസോർട്ടിൻ്റെ താഴത്ത് ആണ് നമ്മുടെ ബീച്ച് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ളൊരു വഴിയുണ്ട്. ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ താഴത്തേക്ക് എല്ലുന്നത് ബീച്ചിലേക്കാണ്. അപ്പം അവിടെ ഞാൻ അഭിനയോട് പറയുമായിരുന്നു, ഇവിടെ അധികം തിരക്കൊന്നുമില്ല, ഭയങ്കര പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, അപ്പുറം ഇപ്പുറമുള്ള റിസോർട്ടിൽ നിന്നൊക്കെയുള്ള കുറച്ച് ആളുകളെ ഉണ്ടാവും എന്ന് പറഞ്ഞ് താഴെ എത്തിയപ്പോൾ ബീച്ച് നിറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങളൊരു ഹോഴ്സ് റൈഡിങ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. ലാസ്റ്റ് അതിലും പോയി തലവെച്ച് കൊടുത്തു. ഒരാൾക്ക് 250 ആണ് അവർ പറഞ്ഞത്. അതും കുറച്ച് നേരം ഒന്ന് പോകുന്നതിന്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എന്തായാലും നമ്മൾ വന്നതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ആ ഒരു ഹോഴ്സ് റൈഡ് ചെയ്തു. പിന്നെ പിള്ളേരായിരുന്നു, അതുകൊണ്ട് നല്ല രസവുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സൺസെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോൾ നടന്നില്ല. അപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു, കഥയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ കുറേ നേരമായി, രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് കയറിയത്. നമ്മൾ വൈകുന്നേരം കുറേ നടന്നും അതൊക്കെ ആയതുകൊണ്ട് രാവിലെ സൺറൈസ് കാണാൻ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ എണീറ്റ് വന്നപ്പോൾ ഒരു സമയമായി. അലാറമൊക്കെ വെച്ചെങ്കിലും നമ്മൾ പോയില്ല. എന്നാലും നമ്മൾ നേരെ എണീറ്റ് അപ്പോഴേക്കും അവരോട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ടൈമുണ്ട്, ഒരു 9 മണി 9:30 മാക്സിമം കഴിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പം ഞങ്ങൾ റെഡിയായിട്ട് നേരെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ കാണുന്നൊക്കെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിലുള്ള. അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പൊന്നും അല്ലായിരുന്നു, എങ്കിലും ഒരു ഒരു സാൻഡ്വിച്ചും നല്ലൊരു ബ്രെഡ് ടോസ്റ്റും പിന്നെ ഒരു സോസേജും പിന്നെ ബട്ടറും ജാമും അങ്ങനെയൊക്കെ ആയിരുന്നു. അതല്ലാന്നാണെങ്കിൽ നമുക്ക് ദോശയും ചമ്മന്തിയും ഒക്കെ കിട്ടും. ഞങ്ങളിതാണ് കഴിക്കാമെന്ന് വെച്ചത്. അപ്പം പിന്നെ നമ്മൾ ലഞ്ച് ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തു നിന്ന് കഴിക്കാൻ നല്ല പ്ലാനുമായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ രാവിലെ വളരെ ലൈറ്റായിട്ടേ കഴിച്ചോളൂ. പിന്നെ നേരെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. പിന്നെ അവിടെയും കുറേ നേരം ഞങ്ങൾ ഇതേ സെയിം റിപ്പീറ്റ് ഫോട്ടോ എടുക്കലും വീഡിയോസൊക്കെ ആയിട്ട് അവിടെ തന്നെ അങ്ങനെ കൂടി കുറേ നേരം അവിടെ നിന്ന്. പിന്നെ കുറച്ച് വെയിലൊന്ന് കയറിയപ്പോഴേക്കും പിന്നെ നമുക്ക് 11 മണിക്ക് ചെക്കൗട്ട് ആയിട്ട് മാക്സിമം 11:30 വരെ തരത്തുള്ളൂ. അപ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ താഴത്തേക്കല്ല, നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് വന്നു. പിന്നെ മൊത്തം ഒരു ഫാസ്റ്റായിരുന്നു കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് റൂം ക്ലീൻ ചെയ്യാനുണ്ട്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ട്, പിന്നെ നമുക്കും റെഡി ആവാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 11:30 വരെ പെട്ടെന്ന് വായു പിടിച്ച് എന്തൊക്കെയോ ചെയ്തു. പിന്നെ റൂം വെക്കേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു കേട്ടോ. റൂം വെക്കേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊന്നും അവിടെ നിന്ന് പോകണമെന്നൊന്നുമില്ല. നമുക്ക് അവിടെ തന്നെ കുറേ ഏരിയാസൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തു. റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടുത്തെ സ്റ്റേ ആയിരുന്നു കേട്ടോ ഈ ഒരു ഞങ്ങളുടെ വർക്കല ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്കിങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു നല്ല റിസോർട്ടൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ചില്ലൊക്കെ ചെയ്തിരിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മളിങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലൊക്കെ എടുക്കുമ്പോൾ അതും അടിപൊളിയായിരിക്കും. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രിപ്പീസ് ലൈഫ് കഫേയിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ശരിക്കും ഞങ്ങൾ ഇന്നലെ രാത്രിയായിരുന്നു വരേണ്ടിയിരുന്നത്. അതാകുമ്പോൾ ഒരു വൈബായിരുന്നു. നമ്മളവിടെ എത്തുന്നത് ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു, പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ബീച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കഫേ കൊള്ളായിരുന്നു. പക്ഷേ തിരക്കൊക്കെ കൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല. നമ്മൾ അവിടുന്ന് പിക്സൊക്കെ എടുത്ത് നേരെ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവർ തന്നെ നമുക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. സോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ നോർത്ത് ക്ലിഫിലോട്ടാണ് പോയത്. ഫസ്റ്റ് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ അവിടെ അത്യാവശ്യം കുറേ കഫേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ പോയി ഫുഡ് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എത്തിയിട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സൺ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് അല്ല ഒരു കഫേ കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അധികം തിരക്കൊന്നും ഇല്ലാത്ത, എന്നാൽ കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയൊരു കഫേയിൽ അങ്ങ് കയറി. അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡും കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. ഫുഡ് അങ്ങനെ എടുത്തു പറയാൻ മാത്രം അങ്ങനെ ഭയങ്കര ഹൈലൈറ്റൊന്നും ആയിരുന്നില്ല. എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ലോഡഡ് ഫ്രൈസൊക്കെ ഇതായി കണ്ടതാണ്. പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിച്ച് തീർക്കാനായിട്ടും പറ്റിയില്ല. പിന്നെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കുറേ നേരം
അങ്ങനെ വൈബ് ചെയ്തിരുന്ന് വെച്ചു. പിന്നെ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു 6 മണി ടൈമിലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അതിനും സമയമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അവിടെ ഇരുന്ന് സ്പെൻഡൊക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി. ഷോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളിതാ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ വർക്കല ട്രിപ്പ്. ഈ 2 ദിവസം കഴിഞ്ഞു പോയതുപോലെ ആക്ച്വലി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എന്താ പറയുക എൻജോയ് ചെയ്തു. കുറേ വർത്തമാനം പറഞ്ഞു, കുറേ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറേ എന്താ പറയുക നമ്മൾ കുറേ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലത്താണെങ്കിൽ പോലും അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഇതിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ പോകണം എന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ബഞ്ച് ഓഫ് മെമ്മറീസ് ആയിട്ടാട്ടോ ആക്ച്വലി ഞങ്ങൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണുന്നതാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.